ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതാണ്. നമ്മൾ പല ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാണ്, ഐ ഡോണ്ട് നോ നത്തിങ്, ഐ ഡോണ്ട് നോ നത്തിങ്. അതുപോലെ തന്നെ ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ്. അതുപോലെ തന്നെ ഐ ഡിഡിൻറ്റ് ഡു നത്തിങ്, ഐ ഡിഡിൻറ്റ് ഡു നത്തിങ്. ഇങ്ങനെയൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐ ഡിഡിൻറ്റ് ഡു നത്തിങ്, ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ്, ഐ ഡോണ്ട് നോ നത്തിങ്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത്, ഈ സെൻറ്റൻസ് ശരി തന്നെയല്ലേ? യെസ്, ഞാൻ പറയുന്നു ഈ സെൻറ്റൻസുകൾ ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് ശരിയാണോ അതോ തെറ്റാണോ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ ഡോണ്ട് നോ നത്തിങ്, ഐ ഡിഡിൻറ്റ് ഡു നത്തിങ്, ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ്. ഇത്തരത്തിലുള്ള വാചകങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നോക്കണ്ടേ? ഇപ്പോൾ ആ വാചകങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഐ ഡോണ്ട് നോ നത്തിങ്, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഐ ഡിഡിൻറ്റ് ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ അർത്ഥം തന്നെ അല്ലേ ഇവിടെ കിട്ടുന്നത്? ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. യെസ്, എന്നാൽ ഞാൻ പറയുന്നു ഈ വാചകങ്ങൾ ഇത്തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിക്ക് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ആ കേൾക്കുന്ന ആളിന് ഈ കാര്യം മനസ്സിലായോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ നിങ്ങൾ വളരെ പെർഫെക്റ്റായ രീതിയിൽ, കൃത്യമായ രീതിയിൽ, ഗ്രാമറ്റിക്കലി നിങ്ങൾ കറക്റ്റായ രീതിയിലാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വാചകം തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. തെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ വാചകങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം നമുക്കിനി നോക്കാം. ഓക്കെ, നമുക്ക് ഒരു മാത്സ് ഒക്കെ പറയും പോലെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ വാചകങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഗ്രാമറ്റിക്കൽ ഒരു റൂളാണ്. അതായത് രണ്ട് നെഗറ്റീവായ രീതിയിലുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് രണ്ട് നെഗറ്റീവായ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ ഇപ്പോൾ രണ്ട് നെഗറ്റീവ്. യെസ്, നമുക്ക് ആ വാചകം എടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ ഡോണ്ട് നോ നത്തിങ് എന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ നത്തിങ്, എനിക്കൊന്നും അറിയില്ല. ഇവിടെ ഐ ഡോണ്ട് എന്ന് പറയുന്ന ആ ഡോണ്ട് എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവായ ഒരു വേർഡാണ്. അതായത് ഇല്ല എന്നുള്ള അർത്ഥമാണല്ലോ അവിടെ കിട്ടുന്നത്. ഐ ഡോണ്ട് നോ, ഇല്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. എനിക്കറിയില്ല അല്ലേ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടുന്നതുകൊണ്ട് തന്നെ ആ വാക്ക് എന്താണ്? നെഗറ്റീവാണ്. അതിനുശേഷം നത്തിങ് എന്നുള്ള മറ്റൊരു വേർഡ് കൂടെ ആ സെൻറ്റൻസിൽ വരുന്നുണ്ട്, നത്തിങ്, അതും നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് നെഗറ്റീവുകൾ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ആ വാചകം തെറ്റാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് നെഗറ്റീവുകൾ അടുത്തടുത്ത് വന്നതുകൊണ്ട് ആ വാചകം തെറ്റാണ്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഐ ഡോണ്ട് എന്നുള്ളത് നെഗറ്റീവാണ്, നത്തിങ് എന്നുള്ള വേർഡും നെഗറ്റീവാണ്, അതുകൊണ്ട് ആ വാചകം തെറ്റാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞ രണ്ട് സെൻറ്റൻസുകളും ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഐ ഡിഡിൻറ്റ് ഡു നത്തിങ്, ആ ഡിഡിൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നത്തിങ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു നെഗറ്റീവാണ്. ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ് എന്ന് പറയുമ്പോഴും ആ വാചകം തെറ്റാണ്. കാരണം ഹാവിൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഓക്കെ, പകരം നമ്മൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഈ നത്തിങ് എന്ന് പറയുന്ന വേർഡ് എവിടെയും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. നത്തിങ്ങിൻ്റെ കൂടെ മറ്റൊരു നെഗറ്റീവായ ഒരു വാക്ക് ആ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. നത്തിങ് നമുക്ക് ഉപയോഗിക്കാം, ഒരുപാട് സ്ഥലങ്ങളിൽ നത്തിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വരുമ്പോൾ അവിടെ നമ്മൾ നത്തിങ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? പകരം എന്ത് തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതേ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നത്തിങ്ങിന് പകരം പോസിറ്റീവായ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നത്തിങ്ങിന് പകരം നമുക്ക് എനിത്തിങ് എന്നുള്ള വേർഡ് നമ്മൾ ഈ വാചകത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആകും.
അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റുള്ള സെന്റൻസുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നോ വൺ എന്നുള്ളത് ഒരു സെന്റൻസിൽ കണ്ടു, കൂടെ ഒരു നെഗറ്റീവ് കൂടെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ നോ വൺ മാറ്റിയിട്ട് എനി വൺ എന്നാക്കാം. അതുപോലെ തന്നെ നോ വെയർ എന്നുള്ള വേർഡ് ഒരു വാചകത്തിൽ ഉണ്ടായിരുന്നു, കൂടെ മറ്റൊരു നെഗറ്റീവായ വാക്കുകൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നോ വെയർ നമ്മൾ മാറ്റിയിട്ട് എന്താക്കും, എനിവെയർ എന്നാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ചേർത്തിട്ട് നമുക്ക് ആ സെന്റൻസിനെ പോസിറ്റീവായ സെന്റൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാചകം ഇങ്ങനെയായിരുന്നു, ഐ ഡോണ്ട് നോ നത്തിങ്. ഇവിടെ നത്തിങ്ങിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, എനിത്തിങ് എന്നുള്ള ആ വേർഡ് ചേർക്കുകയാണ്. ഇപ്പോൾ വാചകം കറക്റ്റായി. ഇനി നമുക്കിത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ എനിത്തിങ്. ഇപ്പോൾ വാചകം പോസിറ്റീവായി, രണ്ട് നെഗറ്റീവ് അവിടെ ഇല്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വാചകം പോസിറ്റീവായി കൃത്യമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഐ ഹാവിൻറ്റ് ഹാഡ് നത്തിങ്. ഇത് തെറ്റാണ്. നമ്മളെങ്ങനെ ഉപയോഗിക്കും, ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ്. ഐ ഹാവിൻറ്റ് ഹാഡ് എനിത്തിങ്. അതുപോലെ തന്നെ ഐ ഡിഡിൻറ്റ് ഡു നത്തിങ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്, തെറ്റാണ്. ഓക്കെ, പകരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, ഐ ഡിഡിൻറ്റ് ഡു എനിത്തിങ്. ഞാനൊന്നും തന്നെ ചെയ്തിട്ട്, ഐ ഡിഡിൻറ്റ് ഡു തന്നെ ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വാചകം കറക്റ്റായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറ്റിക്കലി ഉള്ള ഒരു റൂൾ ഇങ്ങനെയാണ്, ഒരു സെൻറ്റൻസിൽ രണ്ട് നെഗറ്റീവായ വാക്കുകൾ, ഇതുപോലെ രണ്ട് നെഗറ്റീവായ വാക്കുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വാചകങ്ങൾ തെറ്റാണ്. അങ്ങനെയല്ല അത് ഉപയോഗിക്കേണ്ടത്. പകരം ഒരു നെഗറ്റീവും അതിൻ്റെ കൂടെ നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന പോസിറ്റീവായ മറ്റൊരു വാക്കുമാണ് നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ സെൻറ്റൻസ് കറക്റ്റ് ആകുന്നത്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളും കോംപ്ലിക്കേഷൻസും വരും. നിങ്ങൾ അങ്ങനെയൊന്നും നോക്കണ്ട. അവിടെ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചിട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഐ ഡോണ്ട് നോ നത്തിങ് എന്ന് പറയില്ല, ഐ ഡോണ്ട് നോ എനിത്തിങ് എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.